ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. തൊഴിലാളികൾക്ക് കരാർ നൽകിയ സ്ഥാപന ഉടമകൾക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. മാൻഹോളിലൂടെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ തൊഴിലാളികൾ എടുത്തില്ല. മരിച്ച തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയുന്നു. കട്ടപ്പനയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. വിശദാംശങ്ങൾ. തീർച്ചയായും സങ്കടകരമായ കാര്യമാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓറഞ്ച് എന്നൊരു ഹോട്ടലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പുനരുദ്ധാരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ടീം പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന നടപടിയും ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു മാൻഹോൾ ഉണ്ട്. അതിലൂടെ ആദ്യം ഒരാൾ ഇതിനകത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് കുറെ നേരം കഴിഞ്ഞിട്ടും ആളെ കാണാതെ വന്നതോടുകൂടി രണ്ടാമത്തെ ആളെ കാണാതെ വന്നതോടുകൂടി മൂന്നാമത്തെ ആളും ഇതിനകത്തേക്ക് ഇറങ്ങുകയായിരുന്നു. 3 പേരും ഇവിടെ അകപ്പെട്ട വിവരം ഉടൻ തന്നെ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും വിളിച്ചറിയിച്ചു. അവരെത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇതിനകത്തേക്ക് ഇറങ്ങിയ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക അതൊരു ശ്രമകരമായ ദൌത്യമായിട്ട് മാറുകയും ചെയ്തു. പിന്നീടാണ് JCB ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റി ഈ സ്ലാബ് പൊളിച്ച് അതിനകത്തിറങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്കെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും പോവുകയും ചെയ്തത്. എന്നിരുന്നാലും ഈ പുറത്തെടുത്ത സമയം തന്നെ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്പം സ്വദേശിയായിട്ടുള്ള ജയരാമൻ, അതുപോലെ തന്നെ ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള പാണ്ഡ്യരാജൻ, മൈക്കിൾ, ഈ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ ജയരാമൻ ആണ് ഇതിന്റെ ഈ കരാർ ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ബാക്കി 2 പേരും ജയരാമന്റെ ജോലിക്കാരാണ്. ഈ ജയരാമൻ കഴിഞ്ഞ കുറെ നാളുകളായി കട്ടപ്പനയിൽ സമാനമായ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആളാണ്. ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നില്ല. ഇത്തരം സംഭവങ്ങളിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് ഇതിനു മുമ്പ് നമ്മൾ പലതവണ വാർത്തയിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നുള്ളത് ഇവിടെ ഒരു പോരായ്മയായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നു. ചേട്ടാ, എന്താ ഇന്നലെ ശരിക്കും സംഭവിച്ചത്? രാത്രി ഒരു 10:15 മണിയോടുകൂടി അണ്ണ എന്നുള്ള ഒരു വലിയ ശബ്ദത്തിലുള്ള ആരുടെയൊക്കെ വിളി കേട്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അന്നപ്പോൾ ഒരു കുറച്ച് പേര്, 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒരാൾ ഇറങ്ങിയിരുന്നു. അയാളെ രക്ഷിക്കാനായിട്ട് അയാളെ കാണുന്നില്ല, വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് അടുത്തയാളെ വിളിച്ചു. അടുത്തയാൾ ഇറങ്ങി. വീണ്ടും അതിന് 3ാമത് ഒരാളും കൂടി ഇറങ്ങി. അതിപ്പോൾ പിന്നീട് അന്നേരത്തിന് ആൾക്കാർ വന്ന് പിന്നീട് ഇറങ്ങരുത്, അവരോട് കൂട്ടത്തിലുള്ളവരോട് ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. തമിഴ്നാട്ട് കമ്പം സ്വദേശികളും കൂടുതലൂർ സ്വദേശികളും അവർ സ്ഥിരമായി ഈ ജോലി ചെയ്യുന്നതായതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് ഇതിന്റെ ഒരു അപകട സാധ്യതയെ പറ്റി അവരുടെ മനസ്സിലുണ്ടാവില്ല. ഇത് 1 മാസമായി ഈ ഹോട്ടൽ കൈമാറ്റം ചെയ്തതിനു ശേഷം റിനോവേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത മലയാള മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്പീഡ് നടക്കുകയായിരുന്നു. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാങ്ക് ഇതൊരു വലിയ ടാങ്കാണ്. അത് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമായതുകൊണ്ട് വലിയ സ്ലാബ് ഇട്ട് അതിന്റെ മുകളിൽ ചെറിയ മാൻഹോൾ ഒരു 1-1.5 അടി വ്യാസം മാത്രമുള്ള ചെറിയ മാൻഹോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഓക്സിജനുമായിട്ട് വന്ന ഫയർഫോഴ്സിന് പോലും അതിൻ്റെ അകത്ത് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണ് വളരെ ദാരുണമായ ഈ 3 പേരുടെ മരണത്തിനിടയൊക്കെ സംഭവം ഉണ്ടായത്. SKN, മറ്റൊരു കാര്യം കൂടി, ഇതിന്റെ ഈ സെപ്റ്റിക് ടാങ്കിലെ അല്ലെങ്കിൽ ഈ മാലിന്യ പ്ലാന്റിലെ ഈ വേസ്റ്റ് വെള്ളം ഈ ഓടയിലേക്ക് ഒഴുകിയിരുന്ന പരാതി മുൻപ് ഉണ്ടായിരുന്നതാണ്. സമാനമായ രീതിയിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ 3 ടാങ്കുകൾ കൂടിയുണ്ട്. അതിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ ഈ മാലിന്യം ഈ തൊട്ട് സമീപത്തോടെ ഒഴുകുന്ന ഓടയിലൂടെയാണ് കടത്തി വിട്ടിരുന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കി അതൊരു പുനരുദ്ധാരണ പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ പുതിയ ഉടമസ്ഥർ ഇതെല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം ഈ സ്ഥാപനം പുതിയതായിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഈ നടപടികളെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് പോലീസ് നിലവിൽ ഈ സ്ഥാപന ഉടമകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ അവർ മനഃപൂർവ്വം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കി വെച്ചതല്ല എന്നുള്ളൊരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റാരെങ്കിലും പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് 10 മണിയോടുകൂടി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.